ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെ 6,12,290 ഭക്തരാണ് ദർശനം നടത്തി മടങ്ങിയത്. സ്പോട്ട് ബുക്കിംഗ് വഴിയും നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചു പറയുന്നു, സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക, കൃത്യമായി സമയം കിട്ടുക, ദർശനം നടത്തി സുഖമായി തിരിച്ചു വരിക. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. സ്വാമി ശരണം. എന്താണ് സന്നിധാനത്തെ കാഴ്ചകളും തിരക്കും? ഗുഡ് മോർണിംഗ് അരുൺ. സ്വാമി ശരണം. ഇന്ന് ഞായറാഴ്ചയാണ്, വലിയ തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ നിമിഷത്തിൽ തിരക്കൽപ്പം കുറവാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ച വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഈ വലിയ നടപ്പന്തലിലൊക്കെ എല്ലാ ക്യൂവും നിറഞ്ഞ് അവിടെ ഒരു 45 മിനിറ്റ് സമയത്തോളമൊക്കെ സ്വാമിമാർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും പരസ്പരം ചിന്തിക്കും, ഇന്ന് ഞായറാഴ്ചയല്ലേ, ശബരിമലയിൽ വലിയ തിരക്കായിരിക്കും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വരാൻ ഒരുപക്ഷെ മടി കാണിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ തിരക്ക് അല്പം കുറവാണ്. പക്ഷേ തിരക്ക് നമ്മൾ കുറവാണെന്ന് പറയുമ്പോഴും പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് ഇതിനോടകം തന്നെ 20,000-ലധികം പേർ ദർശനം നടത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മാത്രം 73,977 പേരാണ് ദർശനം നടത്തിയത്. ഇക്കുറി കുട്ടികൾക്കും ഒപ്പം തന്നെ മുതിർന്നവർക്കുമൊക്കെ സുഖദർശനം സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് അല്പം ആശ്വാസകരമാണ് ഈ ആദ്യത്തെ ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല സുഖമായിട്ട് വരാൻ പറ്റി, തിരക്കൊന്നുമില്ല, തീരെ തിരക്ക്. കുട്ടികളെ കൊണ്ടൊക്കെ കയറുമ്പോൾ സുഖമായിട്ട് കയറാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. വലിയ നടപ്പന്തലിൽ നിന്ന് തിരക്കില്ല. ഇല്ല, എവിടെയും തിരക്കില്ല. നല്ല സുഖമായിട്ട് ഞായറാഴ്ച ആയാലും നല്ല സുഖമായിട്ട് കയറാൻ പറ്റി. അരുൺ, ഇപ്പോൾ കണ്ടില്ലേ ഈ സ്വാമിമാരൊക്കെ ഇവിടെ അവരുടെ കെട്ടുനിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ആലിൻ്റെ ആ ഒരു ചുവട്ടിൽ നിന്നുകൊണ്ടാണ്. സാധാരണ ഈ സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ അയ്യപ്പന്മാരെ അനുവദിക്കാറില്ല. കാരണം വലിയ തിരക്കുള്ള സമയത്ത് തുടർച്ചയായി ഇങ്ങനെ ക്യൂ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ 18-ാം പടിയിലേക്ക് അവർക്ക് എത്താൻ കഴിയും. പക്ഷേ ഈ സമയത്തൊക്കെ ഈ ആലിൻ്റെ ചുവട്ടിലും ഈ പരിസരത്തൊക്കെ അയ്യപ്പന്മാരിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് റിലാക്സ് ചെയ്ത് തന്നെ 18-ാം പടിയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. അതേസമയം ഈ വലിയ നടപ്പന്തലിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 5-ലധികം ക്യൂകളാണുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയൊന്നും ഒരു തിരക്ക് പോലുമില്ല. അതായത് പമ്പയിൽ നിന്നും മല ചവിട്ടി നേരെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ വലിയ നടപ്പന്തലിലെ ക്യൂവിൽ നിന്നും അവിടെയെങ്കിലും ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യം ഈ ഞായറാഴ്ച ഈ സമയത്ത് വന്നിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ ഉച്ച കഴിയുമ്പോഴേക്കും തിരക്ക് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ വലിയ നടപ്പന്തലിലെ ഏറ്റവും മുൻവശത്തെ ഭാഗമാണ്. അവിടെ സാധാരണഗതിയിൽ ഇവിടെ കാണുന്ന ഈ ക്യൂ ഭാഗങ്ങളിലൊക്കെ നിരനിരയായി ഓരോ നിരയിലും 3/4 മണിക്കൂറോളമൊക്കെ ഇന്നലെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഒറ്റ ലൈനിലൂടെ മാത്രം ഇങ്ങനെ അയ്യപ്പന്മാർ 18-ാം പടിയിലേക്ക് സന്നിധാനത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ 15-ാം തീയതി നട തുറന്നതിന് ശേഷം 6 ലക്ഷത്തിലധികം ഭക്തർ ഇതിനോടകം ദർശനം നടത്തി കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തത്സമയ ബുക്കിങ്ങിലൂടെ 10,000-ലധികം പേരും വരുന്നുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ശരാശരി 70,000-ഓളം പേർ തന്നെ ദർശനം നടത്തുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ തിരക്ക് കൂടാനുള്ള സാധ്യതയാണുള്ളത്. തണുപ്പുണ്ടോ പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്തിപ്പോൾ? ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്നുള്ളത് വൈകിട്ട് 6 മണിക്ക് ശേഷം വലിയ തണുപ്പാണ്. അത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. പക്ഷേ ഈ സമയമാകുമ്പോഴേക്കൊക്കെ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ പമ്പയിലും ഒക്കെ ഒപ്പം തന്നെ സന്നിധാനത്തെ ആശുപത്രികളിലുമൊക്കെ പനി ബാധിച്ചെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറുമുണ്ട്. ആവശ്യമുള്ള മരുന്നുകളൊക്കെ അയ്യപ്പന്മാർക്ക് കൊടുക്കുന്നുണ്ട്. പനിയും ജലദോഷം വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ കൂടെ പ്രശ്നമാണ്. ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും വെയിലാകുന്നു, വലിയ ചൂടാകുന്നു. പക്ഷേ രാത്രി സമയത്ത് വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം വലിയ തണുപ്പും വലിയ പൊടിക്കാറ്റുമൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും മഴ കഴിഞ്ഞ 6 ദിവസമായി ഇല്ല എന്ന് തന്നെ പറയാം. അരുൺ, ഓക്കെ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. വലിയ തിരക്കില്ല ഇന്നത്തെ ദിവസം. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂവിൽ ഓൺലൈനിൽ നിങ്ങൾ ബുക്കിംഗ് എടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ സന്നിധാനത്തേക്ക് പോവുക. പരമാവധി തിരക്ക് ഒഴിവാക്കുക. ദർശനമൊക്കെ നന്നായി നടത്തി തിരിച്ചു വരിക എന്നുള്ളതാണ്.